നമസ്കാരം. കഴിഞ്ഞ സർക്കാരിനെ, പിണറായി സർക്കാരിനെ പലരും വിമർശിക്കുമ്പോൾ, അല്ലെങ്കിൽ കേരളം ഒന്നടങ്ക് വിമർശിക്കുമ്പോൾ ഡിഫറന്റ് ആംഗിൾസ് ആ വിമർശനത്തിന് പുറമെ ഒരു കാര്യം കൂടി പറയുമായിരുന്നു. കഴിഞ്ഞ 10 വർഷമാണ് കേരളത്തിലെ ഏറ്റവും വലിയ വികസനം ഇവിടെ നടന്നിട്ടുള്ളത് എന്ന്. അതായത് റോഡുകൾ, അത് കേരളത്തിലെ തെക്ക് വടക്ക് വാഹനം ഓടിച്ചു പോകുന്നവർക്കാണ് അത് തിരിച്ചറിയാൻ സാധിക്കുക. അതുപോലെ പാലങ്ങൾ, വള്ളം മാത്രം ആശ്രയിച്ച്, എപ്പോഴും ഫെറി മാത്രം ആശ്രയിച്ചുകൊണ്ട് ഒരു മൂക്കിൽ പനി വന്നാൽ പോലും മണിക്കൂറുകൾ, അല്ലെങ്കിൽ ഒരുപക്ഷെ രാവിലെ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് പറ്റിയാൽ വൈകുന്നേരം വരെ കാത്തു നിൽക്കേണ്ടി വരുന്ന ചില സന്ദർഭങ്ങൾ നമ്മുടെ കേരളത്തിലെ ചില തുരുത്തുകളിലെങ്കിലും ഉണ്ട്. അത്തരത്തിലുള്ള തുരുത്തുകാർക്ക് ഒരു പാലം കിട്ടുമ്പോഴാണ് പാലത്തിന്റെ മഹാത്മ്യം മനസ്സിലാകുന്നത്. അതുപോലെ കെട്ടിടങ്ങൾ, ഹൈസ്കൂളിന്റെയും UP സ്കൂളിന്റെയും ഒക്കെ റൂമുകൾ കടമെടുത്തുകൊണ്ട് നടന്ന ഹയർ സെക്കൻഡറി ക്ലാസ്സുകൾ നമുക്കറിയാം. ഇതിനു മുമ്പ് ആ സ്കൂളുകളൊക്കെ സ്വന്തമായി ഹയർ സെക്കൻഡറി കെട്ടിടങ്ങൾ ഉണ്ടായി. അങ്ങനെ റോഡുകളുടെയും പാലങ്ങളുടെയും കെട്ടിടങ്ങളെയും ഒരു വളർച്ച, ഒരു വികസനം കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഉണ്ടായിട്ടുണ്ട് എന്നത് സത്യമാണ്. പക്ഷെ അതൊക്കെ വലിയ അഴിമതി കഥകൾ കൂടിയാണ് എന്നത് മറന്നു പോകരുത്. അത്തരം ഒരു അഴിമതി കഥ പൊളിച്ചിടുകയാണ് ഈ വീഡിയോയിൽ. കൊട്ടാര സദസ്യമായ ഫ്ളാറ്റും തലയിൽ വീഴുന്ന കോൺക്രീറ്റും, വിഴിഞ്ഞത്തെ സർക്കാർ ഫ്ളാറ്റ് തട്ടിപ്പിന്റെ കഥ. പിണറായി സർക്കാരിന്റെ അടിപൊളി വികസനങ്ങളുടെ ലിസ്റ്റിലേക്ക് വിഴിഞ്ഞത്ത് നിന്നും പുതിയൊരു ഐറ്റം കൂടി പുറത്തു വന്നിരിക്കുകയാണ്. 100 കോടി രൂപ മുടക്കി പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്കായി സർക്കാർ പണിതുയർത്തിയ ആകാശ ഗോപുരങ്ങൾ ഇപ്പോൾ ജനങ്ങളുടെ തലയിലേക്ക് തൂണും തുരുമ്പുമായി പൊടിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ 10 വർഷത്തെ ഭരണ നേട്ടങ്ങൾ കൊട്ടിഘോഷിച്ചവർ പണിതുവെച്ച ഈ മാന്ത്രിക കൊട്ടാരങ്ങളുടെ അവസ്ഥ കാണാൻ ഒടുവിൽ പുതിയ മേയർ VV രാജേഷ് തന്നെ നേരിട്ടെത്തേണ്ടി വന്നു എന്നതാണ് കഥ. മഴ പെയ്താൽ വീടിനകത്ത് വെള്ളച്ചാട്ടം കാണാം. താക്കോൽ കിട്ടി വെറും 5 വർഷം കഴിഞ്ഞപ്പോഴേക്കും വിഴിഞ്ഞം മതിൽപ്പുറത്തെ ഫ്ളാറ്റുകൾക്ക് വാർദ്ധക്യം ബാധിച്ചു തുടങ്ങി. വെറും 5 വർഷം മാത്രമായിരുന്നു കൈമാറിയ ഫ്ളാറ്റുകളുടെ ആയുസ് എന്ന് സാരം. സാധാരണയായി മഴവെള്ളം അകത്ത് കയറാതിരിക്കാൻ എയർ ഹോളുകൾ ഷെയ്ഡിന് മുകളിലാണ് വെക്കാറുള്ളത്. എന്നാൽ ഇവിടുത്തെ ബുദ്ധിമാന്മാരായ എഞ്ചിനീയർമാർ അത് നേരെ തിരിച്ച് ഷെയ്ഡിന്റെ താഴെയാക്കി. അതിന്റെ ഫലമായി മഴ പെയ്താൽ പുറത്തേക്കാൾ വെള്ളം അകത്തായി. ഒടുവിൽ സഹികെട്ട് നാട്ടുകാർ തുണിയും തെർമോക്കോളും ഒക്കെ തിരികെ വെച്ച് ഈ അത്ഭുത ദ്വാരങ്ങൾ അടച്ചുപൂട്ടിയിട്ടുണ്ട്. കാറ്റടിച്ചാൽ പറക്കുന്ന കമ്പികൾ, തലയിൽ വീഴുന്ന മേൽക്കൂര, ഒരു ചെറിയ കാറ്റ് പോലും താങ്ങാൻ ശേഷിയില്ലാത്ത ജനലുകളും തുരുമ്പെടുത്ത് വെട്ടികത്തി വെച്ച് മുറിച്ചു മാറ്റേണ്ടി വന്ന കമ്പികളും മാത്രമാണ് ഇപ്പോൾ ഇവിടെ ബാക്കി. ഒരമ്മയുടെ നെറ്റിയിലേക്ക് കോൺക്രീറ്റ് പാളി അടർന്നു വീണ് ആശുപത്രിയിൽ കൊണ്ടുപോയി സ്റ്റിച്ച് പോലും ഇടേണ്ടി വന്നു. പിഞ്ചു കുട്ടികൾ മുറ്റത്ത് കളിക്കുമ്പോൾ മുകളിൽ നിന്ന് കോൺക്രീറ്റ് കഷണങ്ങൾ ആകാശത്തു നിന്ന് മിഠായി വീഴുന്നത് പോലെ താഴേക്ക് പതിക്കുകയാണ്. പേടിച്ച് വിറച്ച് രാത്രി ഉറങ്ങാൻ പോലും കഴിയാതെ 400ഓളം കുടുംബങ്ങളാണ് ഇവിടെ ദുരിതം അനുഭവിക്കുന്നത്. വോട്ട് ബാങ്ക് നോക്കാതെ പാവപ്പെട്ടവരുടെ പരാതി കേട്ട് ഓടിയെത്തിയ മേയർ VV രാജേഷിനെ കണ്ടപ്പോൾ നാട്ടുകാർക്ക് ജീവൻ തിരിച്ചു കിട്ടിയ പ്രതീതി. അഴിമതിയുടെ ആഴം മനസ്സിലാക്കാൻ മേയർ അവിടുത്തെ ഒരു കോൺക്രീറ്റ് കഷ്ണം സാമ്പിളായി കയ്യിലെടുത്തു. അതിൽ സിമന്റിന്റെ അംശം എവിടെയോ ഒളിച്ചിരിക്കുകയാണ് എന്ന് ഒറ്റ നോട്ടത്തിൽ തന്നെ വ്യക്തം. സിമന്റ് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ നാസയിലേക്ക് പരീക്ഷണത്തിന് അയച്ചിരിക്കുകയാണ് ഇപ്പോ. ഏതായാലും ഈ 100 കോടിയുടെ തട്ടിപ്പിന് പിന്നിൽ കളിച്ച രാഷ്ട്രീയക്കാരെയും കോൺട്രാക്ടർമാരെയും വെറുതെ വിടില്ല എന്നാണ് VV രാജേഷ്. ഈ അഴിമതിക്കാർക്ക് വേണ്ടി, പാവങ്ങളെ പുട്ടടിച്ചവർക്ക് വേണ്ടി കൈവിലങ്ങൾ റെഡിയാക്കിയിട്ടുണ്ട് എന്നും മേയർ ഉറപ്പു നൽകിയിട്ടുണ്ട്. Different angles. Don't forget to subscribe and support this channel.